സൂപ്പറാ രസമുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. ചെറുപഴം കൊണ്ട് എങ്ങനെ പഴംപൊരി ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. സക്സസ് ആവുമെന്നുള്ള അറിയില്ല, നോക്കാം എന്തായാലും. ആദ്യമായി ചെറുപഴം, ഇത് നമ്മുടെ നാടൻ കൊല തന്നെയാണ്, കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ല. രണ്ട് പഴം, ആവശ്യമായ മൈദ, പിന്നെ ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, ഏലക്കായ. കുറച്ചിങ്ങനെ പഴത്തിൻ്റെ തൊലിയൊക്കെ പോക്കി ഇതിങ്ങനെ നൈസായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നേന്ത്രപ്പഴം പോലെ പിന്നെ അധികം നൈസാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഈ മൈദയിലേക്ക് ചേർക്കുക. പിന്നെ പഞ്ചസാര കുറച്ച് ടൈറ്റാക്കിയിട്ട് തന്നെയാണ് കുഴക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഉപ്പ് നോക്കാനില്ല. നമുക്ക് പഴം ഇതിലേക്ക് മിക്സ് ചെയ്യാം. ടേസ്റ്റിൻ്റെതൊന്നും അറിയില്ല, ആദ്യമായിട്ട് നോക്കുന്നതാ. കാണാനെല്ലാം നല്ല ഭംഗിയുണ്ടല്ലേ. പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചൂടുള്ള പഴംപൊരി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിച്ചാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ള കാര്യം. സൂപ്പറാ, രസമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അറിഞ്ഞിട്ടൊന്നും ചെയ്തതൊന്നുമല്ല, എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. അതിപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾക്കെല്ലാം കൊടുക്കാൻ ഏറ്റവും നല്ലൊരു ഫുഡാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും. ബൈ.